യേശുവേ ഞങ്ങളെ വാഴ്ത്തുകയാണ്. യേശുവേ ഞങ്ങളെ വാഴ്ത്തുകയാണ്. സകല മഹത്വത്തിന് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവേ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല മഹത്വത്തിന് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. യേശു കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവേ ഞങ്ങളെ വാഴ്ത്തുകയാണ്. യേശുവേ ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാനവശം ദുരാന പരിശുദ്ധ ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു. മഹത്വത്തിന് പ്രത്യാശയായി ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാണപ്രിയനെ ഞങ്ങളെ വാഴ്ത്തുന്നു. പ്രാണപ്രിയനെ ഞങ്ങളെ വാഴ്ത്തുന്നു. പ്രാണപ്രിയനെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മഹത്വത്തിന് യോഗ്യനായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവിന്റെ മനസ്സിനകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഈ വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലായി ഇരുന്നുകൊണ്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശങ്ങളെ ഓർത്ത്, നല്ല സമയത്തെ ഓർത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാണപ്രിയനായ കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ നടത്തിയ ദൈവത്തിന്, കഴിഞ്ഞ കാലങ്ങൾ എത്രയും നമ്മളോട് കൂടെ നമ്മളെ മാനിച്ച ദൈവത്തിന്, നമ്മുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം അത്ഭുതങ്ങൾ ചെയ്ത് നമ്മളെ നടത്തിയ സർവശക്തനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാണപ്രിയനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവേ ഞങ്ങളെ വാഴ്ത്തുന്ന പച്ച, വാഴ്ത്തുന്ന പച്ച, വാഴ്ത്തുന്ന പച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ ഞങ്ങളെ സ്തുതിക്കുക. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സകല സ്തുതികൾക്ക് യോഗ്യനെ ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വാത്സല്യകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ. പ്രിയ അവൻ അപ്പുവങ്ങളെ ശബ്ദം ഉയർത്തി വായിച്ച് പ്രാർത്ഥിച്ച് ഈ സഭായോഗത്തെ ആരംഭിച്ചാണ്. വാഴ്ത്തുക നീ മനമേ പരനെ വാഴ്ത്തുക നീ
വാത്സല്യ വാനവ നൂനം വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ പുല്ലിനു തുല്യമേ ജീവിതം വയലിൽ പുല്ലിനു തുല്യമേ ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്ന തുലകിൽ പൂവെന്ന പോലിതു പോകുന്ന തുലകിൽ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക മനമേ ഓ തന്നിയ മങ്ങളെ കാത്തിടും നോർക്കും തന്നിയ മങ്ങളെ കാത്തിടും നോർക്കും തന്നോടെ ദാസർക്കും തണ്ടയ കാക്കും തന്നോടെ ദാസർക്കും താൻ ദയ കാക്കും വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ നിത്യരാജാവിവ നോർക്കുകിൽ സർവം നിത്യരാജാവിവ നോർക്കുകിൽ സർവ സൃഷ്ടികളും പുകഴ്ത്തുന്നായ കോവാ സൃഷ്ടികളും പുകഴ്ത്തുന്നായ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ ഓ ആരാധന 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 ആരാധന
ഞങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിലാശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. ഓ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പാരരേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പാരരേ. നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നത്. നീരാം ഞങ്ങളുടെ പാപമെല്ലാം ചേർന്ന് നീരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ആരാധന 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 ആരാധന. ആമേൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ ദൈവത്തിന്റെ വാത്സല്യകരങ്ങൾ ഏൽപ്പിച്ച് ഒരുമിച്ച് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്ക് യോഗ്യരായ, സ്തുതികൾക്ക് യോഗ്യരായ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അതരങ്ങൾ തുറന്നെല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാണ്. ഇന്ന് മകൾ നമ്മളെ വിടുവിപ്പാൻ, നമ്മളെ അനുഗ്രഹിപ്പാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ കാലങ്ങൾ ഇത്രയും നമ്മളോട് കൂടെ ഇരുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങൾക്കൊത്തോട് നമ്മളെ സഹായിച്ച പ്രാണപ്രിയനായ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമല്ലോ. ഇത്രത്തോളം നമ്മളെ സഹായിച്ച നമ്മുടെ ദൈവം, ഇത്രത്തോളം നമ്മളോട് കൂടെ ഇരുന്ന നമ്മുടെ കർത്താവ്, ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം നമ്മെ കൈവിടാതെ വണ്ണം കാത്തു സൂക്ഷിച്ച നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ നമുക്ക് അതരങ്ങൾ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്യാമല്ലോ. ഇന്ന് വിശുദ്ധ സഭായുഗത്തോളം ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവാരാധനയിൽ സംബന്ധിക്കുന്ന, ആത്മീയാരാധനയെ സംബന്ധിക്കുന്ന ദൈവമക്കളുണ്ട്. ദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായി വിവിധ മാധ്യമങ്ങളിൽ കൂടെ കൂട്ടായ്മയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ പ്രാർത്ഥനയ്ക്ക് വില കൽപ്പിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കളുണ്ട്. ആയിരിക്കുന്നിടങ്ങളിലെല്ലാം തന്റെ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ പ്രിയപ്പെട്ടവരെ കരുതുവാൻ, അവരായിരിക്കുന്നിടത്ത് കർത്താവിന്റെ മഹത്വമുള്ള കരങ്ങളുടെ വലയത്തിനകത്ത് കർത്താവ് പൊതിയുവാൻ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ ആമേൻ ചേർന്ന ദൈവത്തോട് അല്പസമയം കൂടെ എല്ലാവരും ദൈവസന്നിധിയിൽ മഹത്വം കരയേറ്റിക്കാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാണപ്രിയനായ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവന് പ്രാർത്ഥിക്കാം. ആമേൻ. പ്രിയ അവൻ വീച്ചാൻ ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്. പ്രിയ വീച്ചാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്.
ദാസന്മാരുണ്ടല്ലോ കർത്താവേ, അന്യ രാജ്യങ്ങളിൽ എടുക്കുന്ന ദൈവദാസന്മാരെ കുടുംബങ്ങളെ അവരെ കർത്താവേ അവരെ കാത്ത് രക്ഷിക്കമേ കർത്താവേ, അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ കർത്താവേ ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തോടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരൊക്കെ കർത്താവേ അവര് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകുന്ന കർത്താവേ, അവര് കർത്താവേ കടന്നു പോകുന്ന കർത്താവേ ദേശങ്ങളുടെ കർത്താവേ, അവരൊക്കെ കർത്താവേ സുരക്ഷിതമായി കർത്താവേ കർത്താവേ, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾ കർത്താവേ മന്ത്രിമാർക്ക് കേരള മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോഗ്യമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ സുരക്ഷ കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവരെ കൂടെ ഉണ്ടാകുന്ന കർത്താവേ, ഒരു രോഗത്തിനോ ഒരു മാരങ്ങളോ ഭരിക്കാതെ ദൈവം അവരുടെ സുരക്ഷിത കാവൽ നിൽക്കുവാൻ ഒരുക്കാൻ കർത്താവേ, നിങ്ങൾ നല്ല കാഴ്ചകൾ മന്ത്രിമാര് തരുവാൻ കർത്താവേ, അവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ അവർക്ക് കൊടുക്കുവാൻ എല്ലാ സഭകൾക്കും ആരാധന കർത്താവേ ലൈവായി അവരൊക്കെ കർത്താവേ ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവര് കർത്താവേ ദേവദാസന്മാരെ കുടുംബങ്ങളെ കർത്താവേ അവരൊക്കെ കരങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരുപാട് പോരാട്ടത്തിന് ഭവിക്കില്ലാതെ കർത്താവേ അത് സംഭവിക്കണമേ കർത്താവേ. അവരെ ദൈവകാര്യങ്ങളെ കർത്താവേ കർത്താവേ നിങ്ങളുടെ സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കർത്താവേ ഇംഗ്ലീഷിന്റെ സഭാവിശ്വാസികൾ കർത്താവേ അനേക മക്കളുണ്ട് സ്ഥലങ്ങളിലൊക്കെ കർത്താവേ അവരെ സുരക്ഷിതമായി കാവൽ നിൽക്കുവാൻ അവരൊരുക്കം കർത്താവേ, അവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കർത്താവേ, അവരൊക്കെ കർത്താവേ അനുഗ്രഹിച്ച മക്കളായി മാറുവാൻ ഒരുക്കം കർത്താവേ. യേശുവേ അവരൊക്കെ കാവൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുവാൻ ഈ ഘട്ടങ്ങൾ ഒരുക്കം കർത്താവേ. ആത്മീയ കോളങ്ങളൊക്കെ നശിച്ചുള്ള കാലഘട്ടങ്ങളിൽ കർത്താവേ നിങ്ങൾ ആത്മീയ കോളങ്ങളിൽ ശക്തിപ്പെടുവാൻ കർത്താവേ ഇംഗ്ലീഷുകൾ കൂട്ടായ്മകൾ ഒരുക്കട്ടെ കർത്താവേ, അവരെ ബലം കൊടുക്കണ കർത്താവേ. പരിശുദ്ധാത്മാവെ കൂടെ ഉണ്ടാവാൻ ഒരുക്കം കർത്താവേ. ഓരോ ദിവസം മീറ്റിങ്ങൾ അനുഗ്രഹിച്ച മീറ്റിങ്ങളാവട്ടെ കർത്താവേ. നിങ്ങളെല്ലാ ലൈവുകളും അനുഗ്രഹിക്കണ കർത്താവേ. അനേക മക്കൾ കാണുന്ന വിദേശ രാജ്യങ്ങളും കർത്താവെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള കർത്താവെ അവരെ കൂട്ടായ്മകൾ അനുഗ്രഹിക്കാൻ കർത്താവേ. അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവേ. യേശുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. നാം എന്ന് വായിച്ചു വരുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗം നമ്മൾ സഭയുടെ ശ്രദ്ധയ്ക്കായി വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ 15-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 21 മുതൽ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ 15-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ആമേൻ വായിക്കാം. ജീസസ് മൈക്ക് ഓൺ ചെയ്യുന്ന വിവേക് വായിക്കാമോ? വിവേക് വായിച്ചാൽ ആമേൻ.
ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമ ദൈവത്തിന്റെ വാഴ്ചപ്പെടട്ടെ. പ്രബോധന വാക്യമായി നമ്മൾ വായിച്ചത് സദൃശവാക്യങ്ങൾ അതിന്റെ 15-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായ്പനിടയായി തീർന്നത്. ആമേൻ. അതിലെ 1-2 ഭാഗങ്ങൾ മാത്രം പ്രബോധനത്തിന് വായിച്ച് ദൈവസന്നിധിയിൽ അവൻ ആരാധിക്കാൻ താല്പര്യപ്പെടുകയാണ്. നാം വായിച്ചത് ഇങ്ങനെയാണ്. 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആമേൻ. രണ്ട് വ്യക്തികളെയാണ് 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് കാണാൻ കഴിയുന്നത് ഭോഷത്വമുള്ള മനുഷ്യനെ കാണാൻ കഴിയും. രണ്ട് വിവേകിയായ ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയുന്നു. ഭോഷത്വമുള്ളവനെ കുറിച്ച് അവിടെ വായിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നു? ബുദ്ധിഹീനതയിലാണ് അവന്റെ സന്തോഷം. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ ബുദ്ധിഹീനത എന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്തിലെ അറിവുകളില്ലാതിരിക്കുക അല്ലെങ്കിൽ വിദ്യാസമ്പന്നതയിൽ കുറവുണ്ടാക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹ്യപരമായ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ സന്തോഷകരമായി ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ കഴിയുമോ ഇല്ലയോ, അതിനെ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൻ ബുദ്ധിഹീനനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചപ്പോൾ നമ്മൾ വചനത്തെ വായിച്ചു. അവൻ കഴിഞ്ഞ ദിവസങ്ങൾ റോമാലേഖനത്തെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനത്തിൽ കാണാൻ കഴിയുന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി തീർന്നു. അവിടെ മൂഢന്മാരെന്ന് വിളിക്കുന്നത്, ഭോഷന്മാരെന്ന് ദൈവം വിളിക്കുന്നത്, ദൈവത്തെ അറിയാമെന്ന് പറയുകയും ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിക്കുന്നു എന്ന് പറയുകയും അപ്പോൾ തന്നെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ ജീവിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് ദൈവം അവിടെ ഭോഷന്മാർ എന്ന് അല്ലെങ്കിൽ ബുദ്ധിഹീനരെന്ന് ദൈവം വിളിക്കുന്നത്. ആമേൻ. മറ്റൊരു ഭാഗത്ത് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച് നമുക്ക് കാണാം. ബുദ്ധിയുള്ള കന്യകമാർ എന്ത് ചെയ്തു? കയ്യിൽ എണ്ണ കരുതി. ബുദ്ധിയില്ലാത്തവർ കയ്യിൽ എണ്ണ കരുതിയില്ല. പ്രാണപ്രിയനായ കർത്താവിന്റെ വരവിന്റെ സമയത്ത് മണവാളൻ വാതിക്കൽ വന്ന് വിളിച്ചപ്പോൾ അവർക്ക് മണവാളനോട് കൂടെ പോകാൻ കഴിയാതിരുന്നത് അവരുടെ ബുദ്ധിഹീനത നിമിത്തം, അവൻ ബുദ്ധിയില്ലായ്മ നിമിത്തം അവരെണ്ണ കരുതിയില്ല. അതുകൊണ്ട് യേശു കർത്താവിന്റെ വരവിൽ അവർക്ക് എടുക്കപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് കർത്താവ് അവൻ ഉദാഹരണ സഹിതം വെളിപ്പെടുത്തുന്ന വാക്യം നമുക്ക് വളരെ സ്പഷ്ടമാണ്. ഇവിടെയും സദൃശ്യവാക്യങ്ങളിൽ അവൻ കാലങ്ങൾക്ക് മുമ്പ് അവൻ ദൈവവചനത്തിലൂടെ വായിക്കുന്നു, ഭോഷത്വ ബുദ്ധിഹീനന് സന്തോഷമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഭയങ്കര സന്തോഷമാണ്. എന്നാൽ വിവേകിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ചൊവ്വായി നടക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ നടപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിവേകത്തോടു കൂടിയാണോ നമ്മൾ നടക്കുന്നത്? വിവേകമില്ലാതെയാണോ നമ്മൾ നടക്കുന്നത്? വിവേകം എന്ന് പറഞ്ഞാൽ വിവേകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവമക്കളെ, നമ്മുടെ വിവേകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളായിരിക്കുന്ന സ്ഥലം, നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ, നമ്മൾ പെരുമാറുന്ന വ്യക്തികൾ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ വിവേകപൂർണമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ നാളെ അപമാനിക്കപ്പെട്ടവരായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വളരെ നമ്മള് പലപ്പോഴും നമ്മള് പറയുന്ന വാക്ക് അല്ലെ, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുക, ഒത്തിരി പേര് കൂടിയിരിപ്പുണ്ട്, നമ്മള് ദൈവമക്കളാണ്. അവിടെ പലരും പല കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ദൈവത്തിന് അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോലും നാളെ അത് മറ്റുള്ളവർ പറയുന്നത് എന്തായിരിക്കും? അതിനെക്കുറിച്ച് തെറ്റായൊരു വ്യാഖ്യാനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ നടപ്പിൽ നമ്മൾ തന്നെ നിന്ദിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് വിവേകിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു വിവേകമുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും? അവൻ ചൊവ്വായിട്ട് നടക്കും. അവന്റെ വഴികൾ വളരെ കൃത്യമായിരിക്കും. ബൈബിളിൽ വാക്യമുണ്ട്, കർത്താവ് തന്റെ ജനത്തെ ചൊവ്വയുള്ള വഴിയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവമായിരുന്നു. ചൊവ്വയുള്ള വഴിക്ക് ഇസ്രായേൽ മക്കളെ നടത്താൻ വേണ്ടി തമ്പുരാൻ ചെയ്തത് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവനുടെ മുൻപും പിൻപും അടച്ചു. ചിലപ്പോ നമുക്ക് അറിഞ്ഞുകൂടാ, ചില സമയത്ത് നമ്മൾ ദൈവത്തോട് ഒത്തിരി ചേർന്നിരിക്കുന്നവരായിരിക്കും ദൈവമക്കളെ. കർത്താവിനെ നമ്മൾ വളരെ ആത്മാർത്ഥമായി യേശുവിനോട് ചേർന്നിരുന്ന് കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളായിരിക്കും നമ്മള് വളരെ പരമാർത്ഥികളായിരിക്കും നമ്മള്. പലപ്പോഴും നമുക്ക് ചില സമയത്ത് റൂട്ട് ഏതാതെ കൃത്യമാകാത്തൊരു സമയം ഉണ്ടാകും.
പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, നീ വഴി അറിയാതിരിക്കുമ്പോൾ പുറകിൽ നിന്ന് വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കും. ആമേൻ. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ പുറകിൽ പോലും നമുക്ക് ചില നന്മ തരണമെങ്കിൽ പോലും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം മുൻപും അടയ്ക്കും, ദൈവം പിൻപും അടയ്ക്കും. സ്തോത്രം. മുൻപും പിൻപും അടച്ചാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കാല് വയ്ക്കത്തുള്ളൂ. ആ പ്രതിസന്ധി ചിലപ്പോൾ ഒരു പ്രതികൂലമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക, ഒരു പ്രതിസന്ധി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. മുമ്പിൽ വലിയ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ ഒരു വലിയ മാർഗതടസ്സം വരും. ഈ വലിയ മാർഗതടസ്സം വരുമ്പോൾ നമ്മൾ അടുത്ത മേഖല കണ്ടെത്തും. ആമേൻ. എനിക്ക് ഒരു സഹോദരനെ അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവൻ തന്റെ നന്മകൾ, അത് ഭൗതികമായി തനിക്ക് ലഭിച്ചിരുന്ന നന്മകൾ മുഴുവൻ ബ്ലോക്കായി. അപ്പൊ ബ്ലോക്കായപ്പോ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, അദ്ദേഹം ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആണ്, ഒത്തിരി വിദ്യാസമ്പന്നനാണ്, ഒരുപാട് വിദ്യാഭ്യാസം നേടിയ മനുഷ്യനാണ്. പുള്ളി പോകുന്ന ഇന്റർവ്യൂവിലെല്ലാം പുള്ളി പരാജയപ്പെട്ടു. പുള്ളിക്ക് അതിലൊക്കെ ഭയങ്കര നിരാശ തോന്നി, പുള്ളിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തോട് ആരോ ഏതോ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം ചെറിയൊരു കമ്പനിയിൽ ഏതോ ഒരു കമ്പനിയിൽ പുള്ളി ജോലിക്ക് കയറി. അങ്ങനെ ആ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പുള്ളിക്കാരൻ പഠിക്കാൻ ദൈവം പുള്ളിക്ക് ജ്ഞാനം കൊടുത്തു. അങ്ങനെ ആ കമ്പനി ചെയ്യുന്ന ബിസിനസ് പുള്ളി പഠിച്ചു. പുള്ളി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കാവുന്ന വിദ്യാഭ്യാസം എനിക്കുണ്ട്, പക്ഷേ എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ? ഭയങ്കര ഭക്തനായ ഒരു മനുഷ്യൻ, പ്രാർത്ഥന മുടക്കം വരാത്തൊരു മനുഷ്യൻ, ദൈവത്തോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്ന, ദൈവത്തിന് വിശ്വസ്തത പുലർത്തുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകേണ്ടി വരുന്നത്? ദൈവശബ്ദം ഒന്നും അദ്ദേഹം കേട്ടില്ല. പക്ഷെ പെരുവിറപ്പില്ലാതെ ജോലി ചെയ്യണ്ടേ, ജീവിക്കണ്ടേ? പെരുവിറപ്പില്ലാതെ അദ്ദേഹം ആ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന് ആ ബിസിനസിനെ കുറിച്ച് ഒരു ജ്ഞാനം ദൈവം കൊടുത്തു. അങ്ങനെ പുള്ളി ആ ബിസിനസ്സിൽ ഏർപ്പെട്ടു. അവൻ വിദേശ രാജ്യങ്ങളിലേക്ക് അവൻ ഏതോ ഒരു സാധനം അവൻ കയറ്റി അയക്കുന്ന ഒരു ബിസിനസ് ഫീൽഡിൽ പുള്ളിയേക്കും. അപ്പൊ അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തോ സംഭവമാണ്, അത് കയറ്റി അയക്കുന്ന ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം എന്നല്ല, വിദേശ രാജ്യങ്ങളിലെല്ലാം ഒത്തിരി സ്ഥാപനങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവൻ പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അവൻ എനിക്ക് മുൻപിൽ വഴി അടയപ്പെട്ടപ്പോൾ, പുറകിലേക്ക് തിരിയാൻ ഒരു മാർഗം കാണാതിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്നെ ഈ പരീക്ഷയിൽ കൂടെ കിടത്തിവിടുന്നതെന്ന് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും പിറുപിറുപ്പില്ലാതെ ദൈവത്തോട് നന്മയെ പങ്കുവെപ്പാനും മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ ദൈവത്തിന്റെ പാതവിടത്തിൽ പിറുപിറുപ്പ ഇല്ലാതെ ഇരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എനിക്കൊരു വഴി തുറന്നു തന്നു. ആ വഴി അദ്ദേഹം പറയും, ഞാൻ അവൻ 50, 60, 70, 1000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളം വാങ്ങിച്ചിരിക്കേണ്ട ഇടത്ത് കോടികൾ വരുമാനമുള്ള ഒരു മനുഷ്യരാക്കി സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ തീർത്തു. അതിന്റെ പുറകിൽ ഒറ്റ കാരണമാണ്, അവൻ വിവേകത്തോടുകൂടെ ചൊവ്വായി നടക്കുവാൻ, ദൈവം കരം പിടിക്കുന്ന പാതയിൽ നടക്കുവാൻ, ദൈവം അയക്കുന്ന പാതയിൽ നടക്കുവാൻ, ദൈവത്തിന്റെ കരം പിടിച്ച് മുൻപോട്ട് പോകുവാൻ ഒരു വലിയ മനസ്സ് ആ മനുഷ്യനുണ്ടായിരുന്നു. ആ മനസ്സിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. കരങ്ങൾ ഉയർത്തി രാമൻ പറയാമോ? ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ മുൻപിലെ സാഹചര്യങ്ങളിൽ നമുക്ക് മുൻപ് അടയപ്പെടുമ്പോൾ, പുറകടയപ്പെടുമ്പോൾ നമുക്ക് തോന്നും കർത്താവ് മുൻപും പിൻപും അടയപ്പെട്ടെന്ന്. എന്നാൽ ദൈവം പറയുന്നു, മുൻപും പിൻപും ഞാൻ അടച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിളിച്ച ദൈവമാണ് മുൻപുറം അടച്ചതെന്ന് വിശ്വസിക്ക്. എന്റെ ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ എല്ലായിടത്തുമുണ്ട്. എന്റെ മുൻപിലെ വടി അടയപ്പെട്ടെങ്കിൽ അവിടെ എനിക്ക് വേണ്ടി അഗ്നിസംഭവമായി പുറപ്പെട്ട ദൈവമല്ലേ എന്റെ വടി അടച്ചത്. അവൻ എന്റെ മുൻപിൽ അഗ്നിസംഭവമായിട്ടുണ്ട്. അവൻ എനിക്ക് രാത്രി അഗ്നിസംഭവമായി, പകൽ മേഘസ്തംഭമായി എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, വഴി അടയപ്പെടുമ്പോൾ അകത്തൊരു ഉറപ്പുണ്ടാകണം, അടച്ച ദൈവം എന്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. മോശ പറഞ്ഞു, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുത്. അവിടെ എന്തുകൊണ്ടാണ് ദൈവം അയക്കും? മുൻപിലെ വഴി അടയപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഉറപ്പെന്താണെന്നറിയാമോ? അവിടെ മുൻപിൽ നടക്കുന്നത് ഒരു മനുഷ്യനല്ല, മോശയല്ല മുൻപിൽ നടക്കുന്നത്, ദൈവത്തിന്റെ ഷെഖയിലാണ് അവർക്ക് മുൻപേ നടക്കുന്നത്. ദൈവമക്കളെ, അവർ ഒരു സ്ഥലത്ത് ഒരു പാളയം അടിച്ചു. അവിടുന്ന് ഷെഖയിന് പൊങ്ങുമ്പോൾ അവർ പാളയം ഇളക്കും, അവർ കൂടാരം ഇളക്കും.
ഷെക്കൈനയുടെ പിന്നാലെ യാത്ര ചെയ്യുക. ആത്മാവ് എവിടേക്കാണ് നടത്തുന്നത്, ഷെക്കൈന എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്, ആ വഴിക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ഉറപ്പ്. ഇത് വേറൊന്നിനുമല്ല, എന്റെ മുമ്പിൽ ഒരു ഷെക്കൈന പൊങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു പുതുവഴിയിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്കൊരു മനുഷ്യനെ അറിയാം. അദ്ദേഹത്തിന് വിദേശത്ത് ജോലിയായിരുന്നു. അവിടെ വെച്ച് ശാരീരിക സുഖമില്ലാതെ അദ്ദേഹം മടങ്ങി വന്നു. ചില അനുഭവങ്ങൾ പങ്കുവെപ്പാൻ ഒരു നിയോഗം തരികയാണ് ദൈവം. സുഖമില്ലാതെ അദ്ദേഹം മടങ്ങി വന്നു. നാട്ടിലെത്തിയപ്പോൾ ചെറിയൊരു ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ആമേൻ. ദൈവത്തിൽ അദ്ദേഹം ആശ്രയിച്ചു, കർത്താവിനോട് ചേർന്നിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്, ആ ബിസിനസിനെ ദൈവം ഏറ്റവും അധികം ഉയർത്തി. ഞാൻ ചോദിച്ചു, ഈ കോവിഡ് സംബന്ധിച്ച് പ്രതികൂലങ്ങൾ നിങ്ങളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ എന്ത് തോന്നുന്നു? കോവിഡ് സംബന്ധിച്ച് ചെറിയ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളുണ്ട് മാസ്റ്ററെ, അത് ലോകം മുഴുവൻ അനുഭവിക്കുന്നതാണ്. എന്നാൽ ഞാൻ അവിടെ നിന്ന് വിട്ടുവരുവാൻ കാരണമായത് രോഗമാണെങ്കിൽ, ഇവിടെ വന്നപ്പോൾ എന്റെ രോഗത്തെ ദൈവം സൗഖ്യം തന്നു. എന്റെ നന്മകളെ ദൈവം വിശാലമാക്കി. മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്ന് കാലുവെച്ചത്. ഇന്ന് മരണത്തെയല്ല മുഖാമുഖമായി കാണുന്നത്. ഈ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ വലിയ ഞെരുക്കം എന്റെ ജീവിതത്തിൽ വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്റെ പ്രത്യാശയോടെ നടത്തുവാൻ കാരണക്കാരനാക്കി മാറ്റിയ എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, ഈ സങ്കടങ്ങളിൽ അവൻ എനിക്ക് വലിയവനെയോ. ഒരാമയം പറയാമോ? രാമയം പറഞ്ഞു മക്കളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കർത്താവ് പറയും, അവൻ നമ്മളെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ദൈവമാണ്. നമുക്കുള്ള നന്മകളെയല്ല ഒന്നും നോക്കരുത്. ദൈവം നല്ല വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തും. നേരെയുള്ള വഴിയിലൂടെ ദൈവം നടത്തും. അതുകൊണ്ട് അങ്ങോട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലതും ദൈവം അടച്ചു കളയുന്നത്. ഏലിയാവ് സുഖമായിട്ട് തോട്ടിലെ വെള്ളവും കുടിച്ച് കാക്കയുടെ വരവും കാത്ത് ഇങ്ങനെ കഴിയാ. കൃത്യസമയത്ത് ഏലിയാവിന് അപ്പം കിട്ടും, നല്ല ടേസ്റ്റ് ഫുഡ്. തോട്ടിലെ വെള്ളം കുടിക്കും. ഷുഗർ കൂടാൻ ചായ കുടിക്കണ്ട, കാപ്പി കുടിക്കണ്ട, ഒരു പ്രശ്നവും ഇല്ല. നല്ല ഒന്നാന്തരം ഉറവ, ടേസ്റ്റ് ഫുഡ്, ടേസ്റ്റ് വെള്ളം, വിറ്റാമിൻ വെള്ളം, നല്ല വെള്ളം കിട്ടും. ദൈവം പ്രകൃതിയിൽ നിന്ന് അവൻ പുറപ്പെടുവിക്കും നല്ല വെള്ളം. ഈ നല്ല ആഹാരവും കഴിച്ച് സുഖമായിട്ട് ഏലിയാവ് കിടക്കുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം, എന്റെ വീഴ്ച, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അവിടെ കണ്ടോ, തോട്ടിലെ വെള്ളം പറ്റി. ചേടാ, ഇവിടേക്ക് ഭയങ്കര ടെൻഷനായി. തോട്ടിലെ വെള്ളം പറ്റി. അവൻ തീർച്ചയായിട്ടും നമ്മളെ അവസ്ഥ ഏതാ? നമുക്ക് തോട്ടിലെ വെള്ളം പറ്റിയ നമ്മൾ ചോദിക്കും, ദൈവമേ തോട്ടിലെ വെള്ളം പറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ മേലെ പൂർണ്ണമായിട്ട് ചെയ്ത ദേവദാസന്മാർ ചോദിക്കും, എന്നെ പോലെയുള്ളവര്, ആമേൻ, കർത്താവ് സഭായോഗം നടക്കുന്നതിൽ അങ്ങനെ ജീവിക്കും. ആമേൻ, സ്തോത്രം. തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവുന്നു. സ്തോത്രം. അപ്പോ ഏലിയാ ദൈവത്തോട് ചോദിച്ച, ദൈവമേ ഇനി എന്താ ചെയ്യുന്നത്? തമ്പുരാന്റെ ഇടപെടലുണ്ടായി. നീ എഴുന്നേറ്റോ, നീ സാരഫാത്തിലേക്ക് പോ. അവിടെ നിന്നെ പുലർത്തേണ്ടതിന്, അങ്ങനെ എഴുതിയേക്കല്ലേ, നിന്നെ പോറ്റേണ്ടതിന് ഞാൻ സാരഫാത്തിൽ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ശ്വസിക്കാൻ പറ്റുമോ? തോട്ടിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ് അവൻ ഈ ഭക്ഷണം കൊണ്ടുവരുന്ന കാക്കയുടെ വരവ് നിർത്തുന്നതിന് മുമ്പ് ദൈവം പറയാ, നിന്നെ പോറ്റാൻ ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞ എന്തിനാ ദൈവം വഴി അടച്ചത്? നേരെയുള്ള പാതയിൽ ചെല്ല. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ അവൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ സഹോദരിയെ കണ്ടു. അവരുടെ കയ്യിലെ അപ്പോ വടയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. അതൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞു പോലട്ടെ, എന്തിനാ വഴി അടച്ചെന്നറിയാമോ? പിന്നീട് സുവിശേഷങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെ എഴുതി, ദൈവം നിങ്ങളെ അയച്ചത് ഒരു വിധവയുടെ അടുക്കിലേക്കല്ലയോ ഏലിയാവിനെ ദൈവം അയച്ചത്. സോറി, നിങ്ങളെന്നല്ല, സാരഫാത്തിൽ അനേക വിധവമാരുണ്ടായിട്ടും ഒരു വിധവയുടെ അടുക്കലേക്കാണ് ദൈവം അയച്ചത്. ആരെ? ഏലിയാവിനെ അയച്ചത്. എന്തുകൊണ്ടാ ഒരു വിധവയുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കിക്കേ, മുൻപില് അവൻ ദൈവം അവനെ അയച്ചത് എന്തിനാണ്? ആ കുടുംബത്തിന്റെ വിടുതൽ
വിടുതലിന്, ആ കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് അവൻ ഏലിയാവിന്റെ മുൻപിലെ വഴിയടച്ചു, ഏലിയാവിന്റെ പുറകിലെ വഴിയടച്ചു. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഈ വിശുദ്ധ സഭായോഗത്തിലൂടെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഞാൻ കർത്താവിന്റെ സ്നേഹത്തോടെ പറയട്ടെ, നമുക്ക് ഇന്നത്തെ പ്രതികൂലങ്ങൾ മുൻപിലെ വഴിയടയുന്ന പ്രതികൂലങ്ങളായിരിക്കാം. ഇന്നത്തെ പ്രതികൂലങ്ങൾ നമ്മുടെ പുറകില് വഴിയടയുന്ന പ്രതികൂലങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വഴി അടയുന്നത് മറ്റൊന്നിനാണ്. അവരറിയാത്ത ഒരു പുതിയ പാത തുറക്കാനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഒരുമിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പരിശുദ്ധ ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ഈ ജനങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഒരുപോലെ വ്യാപരിക്കപ്പെടട്ടെ. ഒരു ദൈവപ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ തീയ് ഇവരിയ്ക്കുന്ന ഇടത്ത് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രിയിൽ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമഹത്വം പകരുന്നതിനായി സ്തോത്രം. ചൊവ്വയുള്ള വഴിയിൽ നടത്താനാണ് അവൻ ചിലത് അടയ്ക്കുന്നത്. അവൻ അടയ്ക്കുന്നത് നേരെ നടത്താനാണ്. അവനറിയാം ഏതെല്ലാം നിലകളിൽ അവന് നമ്മളെ നേരെ നടത്തണമെന്ന് അറിയാമോ? ഒന്ന്, ആത്മികമായിട്ട് അവന് നമ്മളെ നേരെ നടത്തണം. രണ്ടാമത്തെ വിഷയം, ഭൗതികമായിട്ട് അവനെ നേരെ നടത്തണം. ജീവനിലും ഭക്തിയിലും നമ്മൾ പെർഫെക്റ്റ് ആവണം. ദൈവത്തിന് നിർബന്ധമാണ്. ഒന്ന്, ജീവനിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. ആത്മിക ജീവിതത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആവണം. ഭൗതിക ജീവനിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വിഷയത്തിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ച ദൈവം നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഭക്തിയിൽ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിച്ച് നടത്തണം. വഴി അടയപ്പെട്ടപ്പോൾ വഴി തുറക്കുന്ന ദൈവത്തെ ഇസ്രായേൽ മക്കൾ കണ്ടു. മാറായിലെ വെള്ളം കയ്പുള്ളതായി മാറിയപ്പോൾ അവർ മധുരമാക്കുന്ന ദൈവത്തെ കണ്ടു. രാത്രിയിൽ വെട്ടമില്ലാതായപ്പോൾ അവർ വെളിച്ചം തരുന്ന ദൈവത്തെ കണ്ടു. വിശന്ന് അവർ വലഞ്ഞിരിക്കുന്ന സമയത്ത് അവർ കാടപ്പക്ഷിയെ അവർക്ക് ഒരുക്കുന്ന ദൈവത്തെ അവർ കണ്ടു. എപ്പോഴാ കണ്ടത്? വിശപ്പ് വന്നപ്പോൾ, ദാഹം വന്നപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്ന ദൈവത്തെ അവർ കണ്ടു. എപ്പോഴാ കണ്ടതെന്നറിയാമോ? തീക്കൽ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കുന്ന ദൈവത്തെ അവര് കണ്ടത് എപ്പോഴാണ്? അവൻ വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം യഹോവയ്ക്കായി കാംക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുക, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തും എന്റെ ഉള്ളം കാംക്ഷിക്കുന്ന ദൈവത്തിലാണ്. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ യഹോവേ, എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ്. നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നത്? അവരറിയാം, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട പ്രതിസന്ധിയിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ട സാഹചര്യം വന്നാലും അവിടെ എല്ലാം എന്നെ മാനിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കുന്നത് എന്റെ സർവശക്തനായ ഒരു ദൈവമാണ്. അവൻ നമ്മളെ നേരെയുള്ള വഴിയിൽ നടത്തും. നേരെയുള്ള വഴിയിൽ നടത്താൻ എല്ലാം അവൻ ചിലപ്പോൾ അടച്ചെന്ന് വരും. അത് പുതുവഴിയായിരിക്കും. നമുക്കറിയാത്ത നന്മകൾ നമ്മള് ഒരു ആത്മീയ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ ഭൗതിക ജീവന്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതെല്ലാം ദൈവത്തിന് തരണം. അവേ, ലാസറിനെ യേശുവിന് സൗഖ്യമാക്കണം. പക്ഷെ എന്നാൽ കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുക വേണം. ലാസറിനെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള ലാസറിനെ സൗഖ്യമാക്കാൻ ക്ഷണിക്കപ്പെട്ടപ്പോ യേശു വന്നില്ല. യേശു വരാതിരുന്നത് ലാസർ മരിക്കുന്നതിന് സന്തോഷം ഉണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് മനുഷ്യത്വത്തിൽ ഭൂമിയിലായിരുന്ന പ്രാണപ്രിയനായ യേശു ലാസറിന്റെ കല്ലറുടെ ചവിട്ടി വന്നപ്പോ നമുക്കറിയാം, അവന് കണ്ണുനീർ വാർത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും പഠിപ്പിക്കും, വേഗം പഠിപ്പിക്കുന്ന വാക്യം, യേശു കണ്ണുനീർ വാർത്തു. എല്ലാ കുഞ്ഞുങ്ങളെ ചെറിയ ഷോർട്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റിയ വാക്യം, നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്ന വാക്യ, നമ്മുടെ യേശു കണ്ണുനീർ വാർത്തു. എവിടെ യേശു കണ്ണുനീർ വാർത്തത്? യേശു കരഞ്ഞത് യേശുവിന്റെ നിസ്സഹായതയല്ല. അവൻ കർത്താവിന്റെ ഉള്ളിൽ പെടഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. കർത്താവെ, കുറച്ചുകൂടെ നേരത്തെ വന്നിട്ട് ഇവരെ സങ്കടം മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഭാവന പറയുക, കുറച്ചുകൂടെ നേരത്തെ വന്നിട്ട് ഇവരുടെ സങ്കടം മാറ്റാൻ യേശുവിന് കഴിയുമായിരുന്നു.
മരിക്കുന്നതിനേക്ക് മുമ്പ് ലാസറിനെ ഉയർപ്പിക്കാനും യേശുവിന് കഴിയുമായിരുന്നു, മടക്കി കൊടുക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. പക്ഷേ പിതാവിന്റെ മഹത്വം, പിതാവ് തന്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്വം വെളിപ്പെടുത്താൻ ലാസർ മരിക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ആ മരണം അവിടെ നടന്നു. 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. അവൻ ആകെ ലജ്ജാ വിഷയമായി. അവൻ ചില വിഷയത്തിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാം, ചില വിഷയത്തിൽ നമ്മളെ ദൈവം കല്ലറയ്ക്കകത്തടച്ചതുപോലെ അവൻ ചില വിഷയത്തിൽ ഒന്ന് നാറാൻ ഏൽപ്പിച്ചു. അർത്ഥം നാണം കെടുത്തുന്നതല്ല, ഒന്ന് ദൈവം ചില വിഷയത്തിന് നമ്മളെ അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കഴിയണം, ദൈവം തമ്മിൽ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണ്. ദൈവം അറിയാതെ ആരെയും ഒന്നിനും അനുവദിച്ചു കൊടുക്കുന്നില്ല. അവൻ അറിയാതെ ആരും ഒന്നിനും അനുവദിച്ചു കൊടുക്കത്തില്ല. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മളെ ഉയർത്താനാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മളെ മാനിക്കാനാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് ഇന്നുള്ളതിനേക്കാൾ അപ്പുറം നന്മകൾ നമ്മുടെ ജീവിതത്തിനകത്ത് തരാനാണ്. ഞാന് കഴിഞ്ഞ പ്രാവശ്യം അവസാനമായി മസ്കറ്റിൽ പോയ സമയത്ത് വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരു ആത്മീകനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. 4-5 വർഷമായി വിസ നഷ്ടപ്പെട്ട്, വിസ ഇല്ലാതെ വളരെ സങ്കടത്തോടെ മനുഷ്യൻ അവിടെ ഇരിക്കുക. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായി. ഒരു ദൈവാലോചന പങ്കുവെച്ച് ഞാൻ മടങ്ങിപ്പോന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ വളരെ പ്രയാസത്തോടെ ഇരിക്കുന്ന മനുഷ്യന് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. സംഭവിച്ച കാര്യം, അതുവരെ അടയപ്പെട്ട വാതിലുകളെ എല്ലാം തുറന്ന് സ്വർഗത്തിലെ ദൈവം ഒരു പുതുവഴി തുറന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യം, ബ്രദറെ, അവൻ ഇത് എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ കാണാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചതല്ല, ഈ നാട്ടിൽ വരാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചതല്ല. ഇനി അതൊക്കെ പോട്ടെ, ഈ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? പുള്ളിക്കൊരു തൊഴിലറിഞ്ഞുകൂടാ. അവിടെ താൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നോർത്തു. ഒന്നും നഷ്ടപ്പെടാതെ ഇരട്ടി നന്മ ദൈവം അദ്ദേഹത്തിന് മടക്കി കൊടുത്തു. എപ്പോഴാണെന്നറിയോ? മുൻപിലെ വാതിലടച്ചു, പുറകിലെ വാതിലടച്ചു. എല്ലാവരും പറഞ്ഞു, എന്താ ഈ മനുഷ്യന് സംഭവിച്ചത്? കർത്താവിന് വേണ്ടി പാടി, ദൈവത്തിന് വേണ്ടി കൊട്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഓടി, വർഷങ്ങളോളം ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ജോലിയോടുള്ള ബന്ധത്തിൽ പ്രയോജനപ്പെട്ട ആ മനുഷ്യന് ഇത് സംഭവിച്ചപ്പോൾ ചോദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ആ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആ കുഞ്ഞിനോ കഴിയാതിരുന്നപ്പോൾ ഉത്തരം കൊടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. ഒരു കാര്യം ഞാൻ പറയാം, ചില കാര്യങ്ങളുടെ ഉത്തരം നമ്മുടെ നാവിൽ തുമ്പത്തുണ്ടാവില്ല. ചിലത്തിന്റെ മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. ദൈവമക്കളെ, ഞാൻ പറയാം, ചിലതൊന്നും അങ്ങനെ ഉത്തരമില്ല, മറുപടിയില്ല, നമുക്കൊരു മറുപടിയും പറയാനില്ല. പക്ഷെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം വാ തുറക്കും. ദൈവം അനങ്ങിയാൽ, ദൈവം തമ്പുരാൻ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കും. ഞാൻ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അബ്രഹാം ഇസഹാക്കിനെ യാഗം നടത്താൻ കൊണ്ടുപോയി. അബ്രഹാം ഇസഹാക്കിനെ യാഗം നടത്താൻ കൊണ്ടുപോയിട്ട് യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തി. യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തിയിട്ട് കത്തി ഉയർത്തിയ സമയത്ത് അപ്പനെന്ന നിലയിൽ ദൈവം പറഞ്ഞതനുസരിച്ച് അത് വേറൊരു മർമ്മം. പക്ഷെ അതിന്റെ പുറകിലെ മറ്റൊരു വിഷയം ഞാൻ പറയട്ടെ. കത്തി ഉയർത്തിയ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ബൈബിളിൽ വായിക്കുന്ന പുറകിൽ ഒരു വിളി കേട്ടു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അപ്പനാണ് അവന്റെ നേരെ കത്തി ഉയർത്തിയത്. കത്തി ഉയർത്തിയതിന്റെ പുറകിൽ ദൈവഹിതമുണ്ട്. അവിടെ ഒരു യാഗപീഠം ഒരുക്കിയതിന്റെ പുറകിൽ ഒരു ദൈവഹിതമുണ്ട്. അപ്പനെ കൊണ്ട് ദൈവമാണത് ചെയ്യിച്ചത്. ഒരുപക്ഷെ നാളെ എനിക്കും എന്റെയും നിങ്ങളുടെ മുൻപിൽ എന്നെയും നിങ്ങളെ ദഹിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ശോധന, ഒരു പ്രതിസന്ധി നമ്മുടെ മാതാപിതാക്കൾ കൂടി ആയിരിക്കാം, നമ്മുടെ സഹോദരങ്ങളിൽ കൂടി ആയിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കൂടി ആയിരിക്കാം. അത് ഒരുക്കപ്പെടുമ്പോൾ അവൻ അവിടെ കിടക്കുമ്പോഴും പ്രതികരിക്കാതെ കിടക്കുന്ന ഇസഹാക്കിന് വേണ്ടി സംസാരിക്കാൻ ലോകത്തിൽ ആരും വാവുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇസഹാക്കിന് വേണ്ടി വാ തുറന്നു. അവിടെ വായിക്കുന്നതിനെയോ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഈ വിശുദ്ധ സഭായോഗത്തിൽ
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ആരും വാ തുറക്കാത്തിടത്ത് മുറിക്കകത്ത് മാറിയിരുന്ന് കണ്ണുനീരോടെ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ നോക്കി, വഴി തുറക്കപ്പെടാത്ത മേഖലകളെ നോക്കി, ദൈവത്തിന്റെ പാതവിടത്തിൽ മുട്ടുമടക്കി ദൈവമേ എന്തായി തീരുമെന്നോർത്ത് കണ്ണുനീരോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പറയുക, ദൈവം നിനക്ക് തന്ന വിവേകമെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വിവേകമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വിവേകത്തോടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, നീ ഒരു വിവേകിയാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ മുമ്പിലെ വാതിൽ തുറന്നിരിക്കും. എന്താണ് നിന്റെ വിവേകം? എന്താണ്? അബ്രഹാമിനോട് പ്രതികരിക്കാത്ത വിവേകം, തന്റെ അപ്പനോട് പ്രതികരിക്കാത്ത വിവേകം, ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാതെ, ദൈവമേ ഇത് നിന്റെ ഹിതമാണ്, ഈ യാഗപീഠത്തിൽ യാഗമായി തീരാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണ മനോഭാവത്തോടെ യാഗപീഠത്തിൽ കിടന്നു കൊടുക്കാൻ ഒരു മനസ്സ് വെച്ച ഇസഹാക്ക്, നിനക്ക് വേണ്ടി ഒരു വായും തുറന്നില്ലേലും, ഒരു നിയമങ്ങളും നിനക്ക് വേണ്ടി ചലിക്കപ്പെട്ടില്ലേലും, ഒരു വ്യക്തിയും നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടില്ലേലും, ഒരു വ്യക്തിയും നിനക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേലും, സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് വാ തുറക്കും. വിശ്വസിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇടത്ത് കരങ്ങളെ അടിച്ച ദൈവത്തോട് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അതുകൊണ്ട് ആ സഹസ്രവാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മള് ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷമാണ്. എന്നാൽ വചനം പറയുന്നു, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. നമ്മുടെ മുൻപിലെ പുറകിലെ വഴികളെല്ലാം അടയപ്പെടുമ്പോഴും, നമുക്കൊരു ഉറപ്പുണ്ട്, തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് വിവേകത്തോടുകൂടെ ചൊവ്വയുള്ള പാതയിൽ നടക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തന്നെങ്കിൽ ആ ഭാഗ്യ പദവി ഓർത്ത് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. എന്താണ് ദൈവം തരുന്ന വിവേകം? ചൊവ്വയുള്ള വഴിയിൽ നടക്കാൻ. അവൻ കർത്താവ് ഒത്തിരി ചൊവ്വയുള്ള വഴികൾ പുതിയ നിയമ പുസ്തകത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഹോദരങ്ങളോട്, എന്റെ വൈഫിനോടൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ഒത്തിരി ചൊവ്വയുള്ള വഴികൾ അവൻ ദൈവദിനത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, വേർപാടിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചു, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ടു, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം തുറന്നൊക്കെ ഇറങ്ങിത്തിരിച്ചവരാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തില് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ വായിക്കുകയും ഞങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്തു. 6-ാം അധ്യായത്തിന് 27-ാം വാക്യത്തോട്ടൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ കുറെ കാര്യങ്ങളുണ്ട്. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ അത് വായിക്കാനിടയായി. കർത്താവ് കുറെ കാര്യങ്ങൾ, യേശു കർത്താവ് ഇങ്ങനെ തന്റെ ജനത്തിന് ബുദ്ധി ഉപദേശമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 27-ാം വാക്യം വായിക്കുന്നത്, എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. അപ്പൊ എന്താ ചൊവ്വയുള്ള വഴി? ഹല്ലേലൂയ. ലോകത്തിന്റെ വഴി എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കാനല്ല ലോകത്തിന്റെ വഴി പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ വഴി പഠിപ്പിക്കുന്നത് ശത്രുവിനെ മാക്സിമം മാറ്റി നിർത്താനാണ്, അല്ലേ? എന്നാൽ ദൈവം പറഞ്ഞു ചൊവ്വയുള്ള വഴി. കർത്താവ്, നീ ശത്രുക്കളെ സ്നേഹിക്കണം. ആമേൻ. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് നീ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. സ്തോത്രം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കർത്താവ്, നിങ്ങളത് വായിച്ചാൽ മതി. അടിയിൽ പറയാ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും എന്ന് പറയുന്നു. പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നുവല്ലോ. ആമേൻ. അപ്പൊ ഭോഷൻ ചെയ്യുന്നത് എന്താ? ഭോഷൻ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ പാപി ചെയ്യുന്നത്, പാപി എന്താ ചെയ്യുന്നത്? തങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെയാ സ്നേഹിക്കുന്നത്. ആമേൻ. ഒരു ഭാഗം തൊട്ടതേ ഉള്ളൂ. ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നേരെയുള്ള വഴി. ഇതുപോലെ വേദപുസ്തകത്തിൽ ചൊവ്വയുള്ള പാതയിൽ കൂടെ നടക്കാൻ നമ്മൾ കാല് വെച്ചാലുണ്ടല്ലോ ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ മുൻപില് എല്ലാം അടഞ്ഞെന്ന് നമുക്ക് തോന്നും. നമ്മൾ നേരെ ചൊവ്വ യാത്ര ചെയ്യുമ്പോൾ പലരും പറയും, ബ്രദറെ നിങ്ങൾ ചെയ്തത് ഭോഷത്വം എന്ന് പറയും, നമ്മൾ ചെയ്തത് വലിയ വീഴ്ചകളാന്ന് പറയും. പക്ഷെ ഭോഷത്വമാണ് ലോകം വിധി എഴുതിയാലും ദൈവത്തിന്റെ വചനം പറയുന്നു, അവേ നിങ്ങളുടെ ഭോഷത്വത്തെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തിട്ട് എനിക്കും നിങ്ങൾക്കും ആത്മീക വിവേകം പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ, ആത്മീക വിവേകം പകർന്നു തന്ന ദൈവം നേരെയുള്ള വഴിയിൽ നടക്കുവാൻ ഞാനും നിങ്ങൾ കാല് വെച്ചാൽ ഉറപ്പാണ്, അടയപ്പെട്ട വഴികളെ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും.
പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ അവൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ യേശു നമ്മുടെ മുൻപിൽ ഒരു വാതിൽ തുറന്നാൽ അതിനെ ആർക്കും അടക്കാൻ കഴിയുകയില്ല. യേശു നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നാൽ അതിനെ ആർക്കും അടക്കാൻ കഴിയുകയില്ല. യേശു ഒരു വഴി അടച്ചാൽ, യേശു ഒരു വാതിൽ അടച്ചാൽ അതിനെ ആർക്കും തുറക്കാൻ കഴിയുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് കരങ്ങളെ അടിച്ച് നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകയില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ തുറക്കാനാവുകയില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകയില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകയില്ല.
ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി. ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് പ്രാണപ്രിയരായ ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ, നീ എന്നെ മോശത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗീയമായ വിവേകത്തിലേക്ക് നടത്തിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ വിവേകമകത്ത് നിറഞ്ഞവനറിയാ വഴി അടയപ്പെടുന്നത് പുതുവഴി തുറക്കാനാണ്. അവൻ ചൊവ്വായ വഴിയിൽ നടക്കുകയാണ്. അവന്റെ അകത്ത് ലഭിച്ച വിവേകം, അവൻ ബുദ്ധിമാന്റെ യാത്ര, അവിടെ തന്നെ വായിക്കുന്നത് ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു. അവന്റെ ലക്ഷ്യം മുകളിലേക്കാണ്. താഴ്ചയെ കുറിച്ച് അവന് ചിന്തയില്ല. കുലേശ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ തന്റെ ഭക്തന്മാരോട് ദൈവം പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരാണ്. റോമാലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാണ്. ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. ഒരു നീതിമാന്റെ യാത്ര, ഒരു വിവേകിയുടെ യാത്ര മുകളിലേക്കാണ്. അവൻ ഉയരങ്ങളെ അന്വേഷിക്കുകയാണ്. അവൻ താഴ്വരയിൽ പതറി നടക്കുകയല്ല. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നപ്പോ ഒരു അനർത്ഥവും ഭയപ്പെടാതെ അവൻ നടന്നത് വേറെ ഒന്നുകൊണ്ടല്ല. അവനറിയാം, എന്നെ ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പാൻ മതിയായ നല്ല ഇടയൻ എന്റെ കൂടെയുണ്ട്. അവൻ എന്നെ ഈ കൂരിരുളിൽ നിന്ന് എന്നെ വിടുവിക്കും. മരണനിഴലിന്റെ താഴ്വരയിൽ എന്നെ തകർത്തു കളയാതെ എന്റെ ഉയരങ്ങളിലേക്ക് അവൻ എത്തിക്കും എന്ന ഉത്തമമായ വിശ്വാസം ആ ഭക്തന്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് നിറഞ്ഞ മനസ്സോടെ കേൾക്കപ്പെട്ട ആലോചനകളെ ഓർത്ത്, ദൈവം നടത്തിയ നന്മകളെ ഓർത്ത്, ദൈവം നമുക്ക് നൽകിയ ആത്മിക സന്ദേശങ്ങളെ ഓർത്ത് അതരം തുറന്നൊരിക്കൽ കൂടെ ഒരുമിച്ച് കർത്താവിന് ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെപ്പാൻ താല്പര്യമുള്ളവർ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ്. എന്റെ ജീവിതയാത്രയിൽ ദൈവമേ ഒരിക്കലും അവൻ വിവേകം വിട്ട് യാത്ര ചെയ്യുവാൻ ഇടവരരുതെന്ന് ദൈവത്തോട് പറയണം. ദൈവികമായ വിവേകത്തിൽ, ആത്മികമായ വിവേകത്തിൽ ഊന്നി ജീവിപ്പാൻ കർത്താവ് എനിക്ക് കൃപയുണ്ടാകണം, എനിക്ക് ഭാഗ്യമുണ്ടാകണം. ഇത് വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിവാൻ ഇടവരരുതേ ദൈവത്തോട് പറയണം. ആകയാൽ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് പ്രാണപ്രിയനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, വാത്സല്യകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ പ്രാണപ്രിയനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരു നല്ല പകൽ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ, അങ്ങയുടെ നിത്യതയെ മുൻപിൽ കണ്ടുകൊണ്ട് വിവേകമുള്ളവരായി ജീവിപ്പാൻ കൃപ നൽകണമേ. ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ കർത്താവിന്റെ വചനത്തിൽ ജീവിതം പണിത് ഭക്തിയോടെ ജീവിപ്പാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഏതെങ്കിലും ദൈവമക്കൾ പ്രതികൂലങ്ങളിൽ കൂടെയോ പ്രയാസങ്ങളിൽ കൂടെയോ വഴി അടയപ്പെട്ട അവസ്ഥയിൽ, മുൻപിലെ വാതിൽ അടയപ്പെട്ടു പോയി, പുറകിലെ വഴി അടഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്നവരാരെങ്കിലും ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണടച്ച് ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ദൈവമേ, അവന് മുമ്പിൽ അടയപ്പെട്ട വഴി, അവനെ അടഞ്ഞുപോയതിന്റെ പുറകിലെ ദൈവിക മർമ്മം, അടച്ചതിന്റെ പുറകിലെ കർത്താവിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ഉത്തമ ബോധ്യമുള്ളവരായി അടുത്ത സ്ഥലത്തേക്കുള്ള ദൈവം അയക്കുന്നിടത്തേക്ക് ഷെക്കൈന പൊങ്ങുമ്പോൾ ആ ആത്മാവിന്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഷെക്കൈനയ്ക്ക് ഒരുമിച്ച് യാത്ര പുറപ്പെടുവാൻ തന്റെ മക്കളെ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് പൂർണ്ണമായി ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്ന പിതാവേ, കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, കലശത്തിൽ എണ്ണ കുറഞ്ഞു പോകാതെ നന്മ കൊണ്ട് ഈ ജനത്തെ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചേർന്ന് ഈ പ്രിയപ്പെട്ടവരെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ ആമേൻ. പുത്രപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ കൃപ, സമാധാനം, കൂട്ടായ്മ ഓർത്തഡോക്സ് വിഷയങ്ങൾ കടന്നു വന്ന വിശുദ്ധന്മാരോട് വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഈ ദൈവോധനം ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദൈവമക്കളോടും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ലോകമുള്ള സകല ഭക്തന്മാരോടും യേശു കർത്താവിന്റെ രണ്ടാമത്തെ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ.
യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇരട്ടി നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ നടത്തട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ.